പ്രിയമുള്ളവരെ, വചനജ്വാല 1620 ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ഇന്ന് വചന വായനയിൽ ജെറമിയായുടെ പുസ്തകം 4-ാം അധ്യായം 19 മുതൽ 31 വരെയുള്ള തിരുവാക്യങ്ങളാണ് ശ്രവിക്കുക. ജെറമിയായുടെ വേദന, അസഹ്യമായ വേദന. ഞാൻ വേദനയാൽ പുളയുന്നു. എന്റെ ഹൃദയഭിത്തികൾ തകരുന്നു, നെഞ്ചിടിക്കുന്നു. നിശബ്ദനായിരിക്കാൻ എനിക്ക് വയ്യ. ഇതാ യുദ്ധകാഹളം, പോർവിളി ഞാൻ കേൾക്കുന്നു. ഒന്നിനു പിറകെ ഒന്നായി ദുരിതങ്ങൾ ആഞ്ഞടിക്കുന്നു. ദേശം മുഴുവൻ വിജനമായി തീർന്നു. എന്റെ കൂടാരങ്ങൾ ഞൊടിയിടയിൽ തകരുന്നു. കൂടാര വിരികൾ നിമിഷ നേരം കൊണ്ട് കീറിപ്പറയുന്നു. യുദ്ധപതാക ഇനിയും എത്ര നാൾ ഞാൻ കാണണം? കാഹളധ്വനി എന്നുവരെ ഞാൻ കേൾക്കണം? എന്തെന്നാൽ എന്റെ ജനം വിഡ്ഢികളാണ്, അവർ എന്നെ അറിയുന്നില്ല. അവർ ബുദ്ധിയില്ലാത്ത കുട്ടികളാണ്, അവർക്ക് യാതൊരു ജ്ഞാനവുമില്ല. തിന്മ പ്രവർത്തിക്കാൻ അവർ സമർത്ഥരാണ്, നന്മ ചെയ്യേണ്ടത് എങ്ങനെ എന്ന് അറിവില്ല. ആസന്നമായ ശിക്ഷ. ഞാൻ ഭൂമിയിലേക്ക് നോക്കി, അത് രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ഞാൻ ആകാശത്തേക്ക് നോക്കി, പ്രകാശം കെട്ടുപോയിരുന്നു. ഞാൻ മലകളിലേക്ക് നോക്കി, അവ വിറപൂണ്ടിരുന്നു. കന്നുകളെല്ലാം ഇളകി ഉലയുന്നുണ്ടായിരുന്നു. ഞാൻ നോക്കി, ഒരു മനുഷ്യനെയും കണ്ടില്ല. ആകാശപ്പറവകളെല്ലാം പറന്നു പോയിരുന്നു. ഞാൻ നോക്കി, ഫലസമൃദ്ധമായ ദേശം ഇതാ മരുഭൂമിയായിരിക്കുന്നു. കർത്താവിന്റെ മുൻപിൽ അവിടുത്തെ ഉഗ്രകോപത്തിൽ നഗരങ്ങളെല്ലാം നിലം പതിച്ചു. കർത്താവ് അരുളി ചെയ്യുന്നു, എല്ലാ ദേശങ്ങളും നിർജ്ജനമാകും, എന്നാൽ അവയെ ഞാൻ പൂർണ്ണമായി നശിപ്പിക്കുകയില്ല. ഭൂമി വിലപിക്കട്ടെ, ആകാശം ഇരുളടഞ്ഞു പോകട്ടെ. ഞാൻ പറഞ്ഞിരിക്കുന്നു, അതിന് മാറ്റമില്ല. ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു, എന്റെ തീരുമാനം മാറുകയില്ല. കുതിരപ്പടയാളികളുടെയും വില്ലാളികളുടെയും ആരവം കേട്ട് നഗരവാസികൾ പലായനം ചെയ്യുന്നു. അവർ കുറ്റിക്കാടുകളിൽ ഒളിക്കുന്നു, പാറക്കൂട്ടങ്ങളിൽ പിടിച്ചു കയറുന്നു. പട്ടണങ്ങളിലെല്ലാം പരിത്യക്തമാകുന്നു, അവയിൽ ജനവാസമില്ലാതായി. അല്ലയോ നിർഭാഗ്യവതി, നീ എന്തിന് രക്താംബരം ധരിക്കുന്നു? നീ എന്തിന് രത്നാഭരണം അണിയുന്നു? എന്തിന് കടക്കണ്ണുകളിൽ മഷി എഴുതുന്നു? നിന്റെ അലങ്കാരങ്ങളെല്ലാം വ്യർത്ഥമാണ്. നിന്റെ കാമുകന്മാർ നിന്നെ വെറുക്കുന്നു, അവർ നിന്റെ ജീവനെ വേട്ടയാടുന്നു. പ്രസവവേദനയാൽ എന്ന പോലുള്ള നിലവിളി ഞാൻ കേട്ടു. കടിഞ്ഞൂലിനെ പ്രസവിക്കുന്നത് പോലെയുള്ള ആർത്തനാദം. സിയോൻ പുത്രി വീർപ്പുമുട്ടി കൈകൾ വലിച്ചു നിവർത്തി കരയുന്നു. ആ എനിക്ക് ദുരിതം! കൊലപാതകികളുടെ മുൻപിൽ ഞാനിതാ തകർന്നു വീഴുന്നു. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ ഗോൺസാല ഗാർസിയയെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. ഗോൺസാല ഗാർസിയ ധീര രക്തസാക്ഷിയാണ്. ഫ്രാൻസിസ്കൻ സന്യാസിയും രക്തസാക്ഷിയുമായ ഗോൺസാല ഗാർസിയ പോർത്തുഗീസുകാരനായ പിതാവിന്റെയും ഈസ്റ്റ് ഇന്ത്യയിൽ ബൊസായിനയിലെ ഒരു കാനറീസ് മാതാവിന്റെയും പുത്രനാണ്. ഈശോ സഭക്കാരുടെ കീഴിൽ വിദ്യാഭ്യാസം നടത്തി 25-ാം വയസ്സിൽ ബഹിഷ്കൃതരായ
ഈശോ സഭ വൈദികരുടെ കൂടെ ഗാർസിയായും ജപ്പാനിലേക്ക് പോയി. സ്നേഹപ്രകൃതിയായ ഗൊൺസാലോ അതിവേഗം ജപ്പാൻ ഭാഷ പഠിക്കുകയും ധാരാളം മിത്രങ്ങളെ നേടുകയും ചെയ്തു. 8 കൊല്ലം ഒരു ഉപദേശിയായി അധ്വാനിച്ചു. അനന്തരം അൽക്കോവായിൽ പോയി കച്ചവടം ആരംഭിച്ചു. പെട്ടെന്ന് കച്ചവടം അഭിവൃദ്ധിപ്പെട്ടു. ഇടയ്ക്കിടെ മനിലയിൽ പോകുകയും ഫ്രാൻസിസ്കൻ വൈദികരെ പരിചയപ്പെടുകയും ഒരു അൽമായ സഹോദരനായി അവരുടെ ഗണത്തിൽ ചേരുകയും ചെയ്തു. 1592 ഫ്രാൻസിസ്കൻ വൈദികരോടുകൂടെ ഗാർസിയ ജപ്പാനിലേക്ക് പോയി. 5 കൊല്ലത്തോളം കഠിനമായ ദൈവവേല ചെയ്തു. ജപ്പാൻ ചക്രവർത്തിയുടെ സിംഹാസനം ഈ മിഷണറിമാർ തകർത്തു കളയുമെന്ന ഭയത്താൽ ഇദ്ദേഹത്തെ വീട്ടുതടങ്കലിലാക്കി. കുറച്ച് ദിവസത്തിനകം അവരെ അറസ്റ്റ് ചെയ്യുകയും ഇടതു ചെവി ഛേദിച്ചു കളയുകയും ചെയ്തു. 1597 നാഗസാക്കിയിൽ വെച്ച് 26 പേരെയും കുരിശിൽ തറച്ചു. 2 പേർ കുന്തം കൊണ്ട് ഗാർസിയായുടെ ഇരുവശത്തു നിന്നും കുത്തി. ഒരു കുന്തം ഹൃദയം ഭേദിച്ചു. അപ്പോൾ ഗാർസിയ ദൈവസ്തുതി പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, ഇന്നു തന്നെയാണ് രക്തസാക്ഷികളായ 26 പേരെയും ആഗോള സഭയിൽ അനുസ്മരിക്കുന്നത്, ആദരിക്കുന്നത്. രക്തസാക്ഷിയായ വിശുദ്ധ ഗൊൺസാല ഗാർസിയയുടെയും പോൾ മിക്കിയുടെയും ബാക്കി 24 രക്തസാക്ഷികളുടെയും മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു വെള്ളിയാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.